15ാം നിയമസഭയുടെ 10ാം നിയമസഭാ സമ്മേളനം ഇന്ന് രാവിലെ 9 മണിയോടെ ആരംഭിക്കും. സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങളും ആരോപണങ്ങളും ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഗവർണർ സർക്കാർ പോലെ ഇത്രയും മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ. മാത്രമല്ല, പ്രതിപക്ഷമാണെങ്കിലും അല്പം കലുഷഭാവത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കാജനകമായ നിമിഷങ്ങളാണ് വരാനിരിക്കുന്ന മണിക്കൂറുകളെല്ലാം തന്നെ എന്ന് പറയുന്നത്. മാത്രമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ തയ്യാറായിട്ടുണ്ട് എന്നിരിക്കെ തന്നെ പക്ഷേ എന്തെങ്കിലും ഏറെ കൗതുകകരമായിരിക്കും ആ നിമിഷങ്ങൾ എന്നുള്ള കാര്യവും യാതൊരു തർക്കവുമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഗവർണറെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണകൾ, അതായത് 2 മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങ് കേരളത്തിലെത്തിയ സമയത്താണെങ്കിലും ഗവർണറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഒരേ വേദി പങ്കിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ 2 സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു അടുപ്പം കാണിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലൂടെ അദ്ദേഹം പ്രകടമാക്കിയിരുന്നെങ്കിലും ഗവർണർ അതിനൊന്നും തന്നെ വഴങ്ങുന്ന ഒരു പ്രവണത കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നിലപാട് അല്പം രൂക്ഷമാണെന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഗവർണർ എന്ത് തന്നെയാണെങ്കിലും പ്രതിരോധിക്കാൻ തന്നെയാണ് ഗവർണറുടെ നിലപാട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഗവർണറുടെ ചില ഭാഷ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും നയപ്രഖ്യാപന ചടങ്ങിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയൊരു ആകാംക്ഷയുണ്ട്. മാത്രമല്ല, ഗവർണർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സർക്കാരിന് എതിരെ, അതായത് ഇവിടുത്തെ ക്രമസമാധാനത്തെ പറ്റിയും ഇവിടുത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നെല്ലാം തന്നെ ഗവർണർ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ എന്തെങ്കിലും പറയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ബോധപൂർവം തന്നെ ഗവർണർക്കെതിരെയുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ആ കരടിൽ നിന്നും എടുത്തു മാറ്റിയതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അത് തീർത്തും സർക്കാർ ബോധപൂർവം തന്നെ ചെയ്തതാണ്. കാരണം ഇനി അത്തരം ഒരു പ്രശ്നം കൊണ്ട് ഗവർണറെ കൊണ്ടുള്ള കംപ്ലൈന്റുകളോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെയുള്ള പരാതികൾ ഗവർണറെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അതെല്ലാം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ ആ കരട് അംഗീകരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അതേ സമയം തന്നെയാണ് കേന്ദ്രത്തിനെതിരെ സർക്കാർ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് കേന്ദ്രത്തിനെതിരെയുള്ള കാര്യങ്ങൾ ആ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുമുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ നയപ്രഖ്യാപനമാണ് അല്ലെങ്കിൽ ഈ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇനി വരാനിരിക്കുന്നത്. എന്തായിരിക്കാം ഗവർണർ ഇതിനോട് സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ ഈ ഒരു നിയമസഭാ സമ്മേളനത്തിന് മുന്നായിട്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചില കർക്കശ്യങ്ങളെല്ലാം, ചില വാശി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ഒടുവിൽ അദ്ദേഹത്തിന്റെ വാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. ഗവർണർ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റേണ്ടി വന്നു. അത്തരത്തിലുള്ള പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഗവർണറുടെ ഭാഗത്തു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ ഏറെ ആശങ്കാജനകമാണ്, ഏറെ കൗതുകകരവുമാണ്. അതേസമയം തന്നെ എന്തൊക്കെയായിരിക്കാം പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആശങ്ക സർക്കാരിനുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും ഗവർണർ ആണെങ്കിലും സർക്കാരിന് വലിയൊരു തരത്തിലുള്ള ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ പ്രതിപക്ഷം എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും ചോദിക്കാനിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. പലപ്പോഴായിട്ട് കേരളീയം പരിപാടിയാണെങ്കിലും അതുപോലെ തന്നെ നവകേരള സദസ്സ് യാത്രയാണെങ്കിലും ഇതെല്ലാം നടത്തുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം പലപ്പോഴായി ഉന്നയിക്കുന്ന കാര്യം ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ എന്തിനാണ് ഈ ദൂർത്തലം വരുത്തി വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന് ഇതുവരെയും അതിനുള്ള കൃത്യമായി മറുപടി നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സർക്കാർ പറഞ്ഞത് ഇതിനെല്ലാം ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുമെന്നാണ്. അതായത് കേരളീയം പരിപാടി വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ്, ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ എന്നിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? കേരളീയം പരിപാടി കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതുപോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പരിഹാരം കാണാനോ അല്ലെങ്കിൽ അവയോടുള്ള ഒരു സമീപനം പോലും സർക്കാരിന്റെ തരത്തിൽ നിന്നും നല്ല രീതിയിലുള്ള സമീപനം പോലും വരുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ വരുന്ന സാഹചര്യമാണ്. മാത്രമല്ല, കേരളീയം പരിപാടിയാണ് ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ തന്നെ നവകേരള സദസ്സ് പരിപാടിയായി ബന്ധപ്പെട്ടാണെങ്കിലും അതിന്റെ വരവ് ചെലവ് കണക്ക് കാണിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ അതെല്ലാം ഇത്തവണത്തെ ബജറ്റിൽ വളരെയധികം ക്രൂശിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള എക്സാലോജിക് കമ്പനിയുടെ ആ മാസപ്പടി വിവാദം തന്നെയാണ്. അത് തീർച്ചയായിട്ടും സർക്കാർ പറയുന്നതനുസരിച്ച് തന്നെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഉയർത്തി കാണിച്ച വലിയൊരു തുറുപ്പുചീട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ തീർത്തിരിക്കുന്ന വലിയൊരു പ്രതിരോധം തന്നെയാണ് ഈ ഒരു മാസപ്പടി വിവാദം എന്ന് പറയുന്നത്. പക്ഷേ നിയമസഭയിൽ തീർച്ചയായിട്ടും അത് സർക്കാരിന് എതിരെയുള്ള പടവാളായിട്ട് അത് പ്രതിപക്ഷം ഉയർത്തി കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ന് പറയുന്നത്.
മറ്റൊരു കാര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തീർത്ത പ്രതിരോധങ്ങളെ സർക്കാർ സമീപിച്ച രീതി എങ്ങനെയായിരുന്നു? അതായത് പിണറായി വിജയൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷാ പോളിസി പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ജീവൻ രക്ഷാ പോളിസികൾക്ക് എന്ത് മറുപടിയാണ് സർക്കാർ നൽകാനുള്ളത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാം. മാത്രമല്ല, സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഡിവൈഎഫ്ഐയും CPIM പ്രവർത്തകരും കാണിച്ചിട്ടുണ്ടായിരുന്ന പ്രവൃത്തികൾ അതിന് ഇത്രയും കാലം ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾക്കെതിരെ കണ്ണടച്ചുകൊണ്ടായിരുന്നു സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, അതായത് ആലപ്പുഴയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിലെത്തിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ നിന്ന സാഹചര്യത്തിൽ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും കൂടി ഇറങ്ങി വന്ന് അവരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അക്കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഗൺമാനെയും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാനെല്ലാം വിളിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അവരുടെ ചോദ്യം ചെയ്യലെല്ലാം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരാം. അതായത് ഈ ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു വരാനുള്ള ചോദ്യങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPIM പ്രവർത്തകരും പോലീസിന്റെയും ഗൺമാന്റെയും സുരക്ഷാമാന്റെയും എല്ലാവരുടെയും പ്രവർത്തന രീതിയെ സംബന്ധിച്ച്, അവരുടെ പെരുമാറ്റ രീതിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ സർക്കാർ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അത്ര കണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ്. KSRTC മുതൽ KSEB വരെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് KSEB പോലും അത്രയധികം നഷ്ടത്തിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ KSEBക്ക് വേണ്ട ഫണ്ട് കൊടുക്കുന്നില്ല. അതായത് ഉപയോഗിക്കുന്നതിനുള്ള ഫണ്ട് പോലും തിരിച്ച് KSEBക്ക് ലഭിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ KSEB അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് KSEBയുടെ പോലും പുതിയ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെല്ലാം തരണം ചെയ്യാൻ പോകുന്നത് എന്നുള്ള വലിയ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ചോദ്യങ്ങളാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ചോദിക്കാനിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മറുപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തെക്കാൾ കൂടുതൽ ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് എന്നുള്ളൊരു വലിയൊരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഫെബ്രുവരി 5-ാം തീയതി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. കാരണം അന്നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റ്, കഴിഞ്ഞ തവണത്തെ ബജറ്റിനെ സംബന്ധിച്ച് വെറും വരുമാനം കൂട്ടാൻ വേണ്ടി മാത്രം സെസ്സും നികുതി എല്ലാം തന്നെ ഏർപ്പെടുത്തിയതായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ, ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ആ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുക? കഴിഞ്ഞ തവണത്തെ പോലെ ബാലഗോപാലിന്റെ എന്ത് മാജിക്കാണ് ഈ ബജറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയുണ്ട്. മാത്രമല്ല, ഇനി കഴിഞ്ഞ തവണത്തെ പോലെ സെസ്സും നികുതിയും മാത്രം കൂട്ടിക്കൊണ്ടൊരു ബജറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ആ ബജറ്റ് ജനകീയമാകില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അത്തരത്തിൽ ജനകീയമാകില്ല എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത് തീർച്ചയായിട്ടും വളരെയധികം ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ സമ്മേളനത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗവർണറുടെ ചോദ്യങ്ങളും ഗവർണറുടെ പെരുമാറ്റച്ചട്ടങ്ങളും പ്രതിപക്ഷവും എല്ലാം തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ചോദ്യങ്ങളുമായി തന്നെ കാത്തിരിക്കുകയാണ്. സർക്കാർ തീർച്ചയായിട്ടും ഇനിയുള്ള വരും മണിക്കൂറുകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്, മുൾമുനയിൽ തന്നെയാണ്.